ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഊട്ടിയിലാണ് ഗായ്സ്. എങ്ങനെയാ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നിങ്ങൾ തന്നെ കാണണം. ഊട്ടി സീസൺ അല്ലെങ്കിൽ അവിടുത്തെ ഒരു തണുപ്പ്. ഞാൻ വിട്ടേക്കണ ഒരു സെറ്ററും പിന്നെ ഒരു നിക്കറുമാണ്. എങ്ങനെയൊക്കെയോ പിടിച്ച് പോകുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്കെന്താ പറയുക, കാലുമ്പോൾ തണുപ്പട്ടിയാൽ മതി, മേത്ത് തണുപ്പട്ടിക്കാൻ ഇങ്ങനെ ഊരാൻ അറിയാത്തതല്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ കുറേ റിസോർട്ട് നോക്കിയപ്പോൾ അവിടെ വില കൂടുതലാണ്. വിൻഡോ ആണെങ്കിൽ പിന്നെ അവിടെ രസമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി സ്പേസ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് മറ്റേ തീയൊക്കെ കത്തിച്ച് ചൂടുള്ള ഇവിടെ അതുണ്ട്. ചെറിയ ബ്രിട്ടീഷ് നഗരത്തിലുണ്ടാകുന്ന പോലെ ഉണ്ട് പള്ളിയുണ്ട്. പിന്നെ ബ്രിട്ടീഷ് കാലത്തിൻ്റെ മരങ്ങളുണ്ട് ഇവിടെ. പിന്നെന്താ തീ കത്തിച്ച് അതൊക്കെ ഉണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചല്ല, ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ നാട്ടിൽ വന്നപ്പോണ്ട കാലത്തിൻ്റെ ഹൗസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പാണ് ഗൈസ്. ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് ഗൈസ്. നല്ലതെന്ന് പറഞ്ഞാൽ പെരും തണുപ്പാണ്. പിന്നെ ഇവിടെ കൂടെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ കല്യാണം ആയതുകൊണ്ടൊക്കെ എന്താ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല തമിഴ്നാട്ടിലാണല്ലോ, തമിഴ്നാട് സൈഡ് ആയതുകൊണ്ട്, ഊട്ടി തമിഴ്നാട്ടിലായതുകൊണ്ട് നല്ല ബിരിയാണിയൊക്കെ കിട്ടും. അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ താമസിക്കാൻ പോണ ഹൗസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ വീട് ഈ വീടാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ വീട് ഇതാണ്. അധികം രസം ഉണ്ട്, നല്ല പുറത്ത് നല്ല രസമാണെങ്കിലും. പക്ഷെ ഈ ഇവിടെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ. പിന്നെ അവിടെ തീ കത്തിക്കണൊരു പ്ലേസ് ഉണ്ട് ഗൈസ്. ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് നോഗീനകത്തുണ്ടെന്നോ, നോഗീൻ്റെ കാർട്ടൂൺ വീഡിയോ. പിന്നെ അതാ വലിയൊരു സെറ്റപ്പ് ഹൗസ്. പിന്നെ അതാ ഇവിടെ തീ കത്തിക്കണത്. ഇവിടെ മൊത്തം 2. പിന്നെ ഇവിടെ ഒന്നും കൂടെ 3. ഇത് കൂടെ അങ്ങനെ പോയ ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു സ്ഥലത്തല്ലേ എത്തുക. അപ്പോൾ ഇവിടെ കൂടെ പോയാൽ ശരിക്കും എത്തുന്നത് ഇവിടെ കാപ്പീൻ്റെ ഒരു സ്ഥലമുണ്ട്. കാപ്പി നമ്മൾ ഈ യൂട്യൂബിൽ കാണൂലേ ഈ എന്താ ചോക്ലേറ്റ് കൊണ്ട് ആൾക്കാരും പുലിനൊക്കെ ഉണ്ടാക്കണം. അതേപോലെ ഇവിടെ കുറച്ച് സാധനം അതേപോലെ ഉണ്ട്. ഞാൻ കാണിച്ചത് ആ ഫാക്ടറി ഇതാണ്. ഇപ്പം മുമ്പിൽ കണ്ട ഇത് ഈ സാധനം. ഇവിടെ കൂടെ രാത്രി വേണം വരാൻ, ലൈറ്റൊക്കെ ഇട്ട് മെല്ലെ. ഗൈസ് പറയാൻ വരാൻ എനിക്ക് നല്ല വേറെയാണ്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. പിന്നെ നടക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് തണുപ്പ് വരുമല്ലോ, അതുകൊണ്ടും കൂടെ ഇതുണ്ട് ഗൈസ്. എനിക്ക് ഗൈസ് എന്ന് പോലും പറയാണ്ട് ശരിക്കും തൊണ്ട കറച്ച്. അങ്ങനെ ഇപ്പോൾ നാളെ രാവിലെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, നാളെ രാവിലെ ശനിയാഴ്ച വേണം പോകാൻ. പിന്നെ ഇവിടെ